നമസ്കാരം. UACarloan.com-ലേക്ക് സ്വാഗതം. ഞാൻ ദീപക്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ വീഡിയോ ഇടാറില്ല. കാരണം ഞങ്ങളുടെ ഒരു ചെറിയ കമ്പനിയാണെന്നും അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വോളിയത്തിന് പാകത്തിനുള്ള ചെറിയ ചെറിയ ബിസിനസ് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇപ്പോൾ വീണ്ടും ബിസിനസ് കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചെയ്യുന്ന വീഡിയോസാണ്. ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ കൊണ്ട് എത്ര ആളുകൾക്ക് പ്രയോജനം ഉണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ ലോൺ എടുക്കുന്നതിന് മുന്നേ ഒന്ന് റീതിങ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കരുതിക്കൊണ്ട് പറയുന്നതാണ്. ഞങ്ങളുടെ സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വണ്ടി വാങ്ങിക്കാം. എവിടെ നിന്ന് വണ്ടി വാങ്ങിച്ചാലും 0 ഡൗൺ പേയ്മെൻറ്റിൽ കാർ ലോൺ ചെയ്തു തരുന്ന സർവീസാണ് ഞങ്ങളുടെ. വിൽക്കുന്ന ആൾക്കുള്ള ക്യാഷ് അപ്പോൾ തന്നെ കൊടുക്കാൻ ഞങ്ങൾ സഹായിച്ചതിന് ശേഷം ആ വണ്ടി അവരിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ സഹായിക്കുന്നു. ശേഷം 0 ഡൗൺ പേയ്മെൻറ്റിൽ കാർ ലോൺ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 0 ഡൗൺ പേയ്മെൻറ്റിൽ അല്ലെങ്കിൽ കാർ ലോൺ എടുക്കുന്നത് ലാഭകരമാണോ നഷ്ടമാണോ? തീർച്ചയായിട്ടും കാർ ലോൺ എടുക്കുന്നത് നഷ്ടം തന്നെയാണ് എന്ന് ചിലവർ പറയാം. ചിലവർ പറയാം ഇത് കാർ ലോൺ എടുക്കുന്നത് ലാഭകരമായിരിക്കുമെന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആവശ്യവും അവരുടെ അന്നത്തെ സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഇതെല്ലാം പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ വണ്ടി വാങ്ങിക്കാൻ പൈസയില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ അയാൾ 0 ഡൗൺ പേയ്മെൻറ്റിൽ തന്നെ കാർ ലോൺ എടുക്കുകയായിരിക്കും അയാളെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ കഴിവുള്ള ഒരാളാണ്. ആദ്യമായിട്ട് പറയാം, നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ക്യാഷ് തന്നെ വണ്ടി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഈ ലോണിലേക്കൊന്നും പോവാതിരിക്കുക. കാരണം ലോണിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊരു വണ്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്കൊരു ഫുൾ പാർട്ടി ഇൻഷുറൻസ് എടുത്തുകൊണ്ട് നമ്മൾ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 2500 രൂപ തൊട്ടിട്ട് ഒരു 3000-3500 വരെ ചിലവ് വരും. ഇത് ആകെ നമുക്ക് ചിലവ് വരുന്നുള്ളൂ. ഫുൾ പാർട്ടി ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ, ട്രാൻസ്ഫർ ചാർജസ് എല്ലാം ഉൾപ്പെടെ. പക്ഷെ നമ്മുടെ ബാങ്കിൻ്റെ ഇതിനകത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു 1500 തൊട്ട് 2500 വരെ ഒരു ഏകദേശം നമുക്കൊരു എക്സ്പെൻസ് വരും. അത് ബാങ്കിൻ്റെ ഇവാലുവേഷനും സർവീസ് ചാർജും പ്രൊസസിംഗ് ഫീ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കുറച്ച് പൈസ കൂടുതൽ വരാം. പിന്നെ അത് മാത്രമല്ല, ബാങ്കിൻ്റെ പലിശയും വരും. അപ്പോൾ ഇത് ഇസ്ലാമിക് ബാങ്ക് ആണെങ്കിൽ ഇതിനെ പ്രോഫിറ്റ് എന്ന് വിളിക്കും, അല്ലാത്തവർ ഇതിനെ പലിശ എന്ന് വിളിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന എക്സ്പെൻസൊക്കെ കൂടുതൽ വരുന്നതുകൊണ്ട് ചില കാശുള്ളവരെ സംബന്ധിച്ച് ഇത് ചിലപ്പോൾ നഷ്ടമായേക്കാം. ഇനി കാശ് കയ്യിലിരിക്കെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലാഭകരം തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ലോണിന് നമ്മൾ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ലോൺ കൊടുക്കുന്ന വലിയ ചുവന്ന നക്ഷത്രത്തിലുള്ള ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഏകദേശം 25%, 1% അതിന് കമ്മീഷനായിട്ടാണ്, പ്രൊസസ് ഫീ ആയിട്ടാണ് അവർ വാങ്ങിക്കുക. അപ്പോൾ ഈ കാർ ലോൺ നമുക്ക് കാർ ലോൺ നമ്മൾ പറയുമ്പോൾ 3.5 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും 6.5, 6.15 ഒക്കെ വരുന്നുണ്ട്. ഇത് വന്നാൽ പോലും ഈ 25-28%-നേക്കായും എത്രയോ താഴെയാണ് അല്ലേ? അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, ഈ പൈസ എടുത്ത് നമുക്ക് ബിസിനസ് ചെയ്തിട്ട് ഇതിൻ്റെ EMIക്ക് അടയ്ക്കുന്ന പലിശയിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പലിശ എന്ന് പറയുമ്പോൾ നമ്മളൊരു 30,000 രൂപ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മാസത്തേക്ക് വരുന്ന പലിശ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150 രൂപ 200 രൂപയ്ക്കൊക്കെ താഴെയുള്ള പൈസയേ ഉള്ളൂ. ഈ പൈസ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ലാഭം തന്നെയായി അല്ലേ? അപ്പോൾ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ പൈസ ഇരിക്കെ അയാൾ ഈ പൈസ എടുത്ത് ഒരു കാർ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അയാൾ ബിസിനസ് ചെയ്ത് അതിനകത്ത് ലാഭം ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ EMI അടയ്ക്കുക തന്നെയാണ്. ഇനി അതല്ല, ഇപ്പോൾ കയ്യിൽ പൈസ തീരെ ഇല്ലാത്ത ഒരാളായിരിക്കട്ടെ, ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ കാർ ലോൺ തന്നെ ഓപ്ഷനുള്ളൂ. കയ്യിൽ കുറച്ചെങ്കിലും പൈസ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാൻ ശ്രമിക്കുക. ഡൗൺ പേയ്മെൻറ്റ് അടച്ചതുകൊണ്ട് വലിയ ലാഭമൊന്നും നിങ്ങൾക്ക് ആദ്യമേ കിട്ടാനില്ല. പക്ഷേ നമ്മളുടെ മേലെ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ട് നമുക്ക് ഒഴിഞ്ഞു കിട്ടും. പക്ഷേ ഞാൻ വീണ്ടും കഴിഞ്ഞ ദിവസം സ്വർണത്തിൻ്റെ ഒരു കഥ പറഞ്ഞിരുന്നു. ആ സ്വർണത്തിൻ്റെ കഥ പറഞ്ഞതനുസരിച്ച് ആ പൈസ കൊടുത്ത് നമ്മൾ ഗോൾഡ് വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ലാഭം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ ഈ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പൈസയ്ക്ക് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാതെ കുറച്ച് ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുകയും നമ്മുടെ EMI എത്രയാണോ ഏകദേശം അതേ എമൗണ്ട് തന്നെ നമ്മൾ കണ്ടെത്തി വീണ്ടും ഈ വണ്ടിയിൽ നിന്ന് തന്നെ കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ, ഈ വണ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അതുവഴി ഒരു ഗോൾഡ് കോയിൻ വാങ്ങിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന ആഭരണങ്ങളല്ല, ഗോൾഡ് കോയിനാണ്, ഗോൾഡ് കോയിൻ വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കിത് വീണ്ടും ലാഭകരമാക്കാം. ഇനി കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്ത ആളാതിരിക്കട്ടെ, അയാളെ സംബന്ധിച്ച് 0 ഡൗൺ പേയ്മെൻറ്റ് വാങ്ങിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെടുത്ത് വാങ്ങിച്ച് അത് എങ്ങനെയെങ്കിലും ഡോക്യുമെൻ്റ് കറക്റ്റ് ആക്കിയിട്ട് അത് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും നല്ല സൊല്യൂഷൻ.
സ്വാഭാവികമായിട്ട് നമ്മൾ ബാങ്ക് ലോണിലേക്ക് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു ലയബിലിറ്റി നമ്മൾ എടുത്തു വയ്ക്കും പോലെ ഇരിക്കും അല്ലേ. നമ്മൾ ലയബിലിറ്റി എടുത്തു വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണ്, നമുക്ക് തലവേദനയായിരിക്കും. സ്വാഭാവികമായിട്ടും ബാങ്ക് പറയുന്ന എല്ലാ ഓപ്ഷൻസും സ്വീകരിക്കാതെ, എല്ലാ ഓഫറുകളും സ്വീകരിക്കാതെ, ഈ ഓഫറുകൾ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്, അതല്ലാതെ നമ്മളെ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈവൻ ഞങ്ങളുടെ സർവീസ് പോലും നിങ്ങളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ബിസിനസ്സാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങളും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ലാഭം നിങ്ങൾക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എന്തിന് ഞങ്ങളുടെ ലാഭം നിങ്ങൾ നോക്കണം അല്ലേ. എല്ലാ കാര്യത്തിലും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയല്ലേ. നമ്മളുടെ ലാഭം നോക്കാതെ, അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ ഇൻകം ഉണ്ടാക്കുകയും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ആ സർവീസ് ഉപയോഗിച്ച് ആ കാര്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മൊത്തം നോക്കുമ്പോൾ, അതിൻ്റെ ആവറേജ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ലാഭമാണെങ്കിൽ എന്തിന് നമ്മൾ വേറെ ലാഭം നോക്കണം, ശരിയല്ലേ. ബാങ്കിന് സ്വാഭാവികമായിട്ട് ലാഭം ഉണ്ടാവും, നമുക്ക് സ്വാഭാവികമായിട്ടും ആദ്യത്തെ കാഴ്ചപ്പാടിൽ കുറച്ച് നഷ്ടങ്ങളുണ്ടാവാം. നമ്മളൊരു ഇ എം ഐ പോകുന്ന വണ്ടിക്ക് നമ്മളിപ്പോൾ അത് റെൻ്റേ കാർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റെൻ്റേ കാർ എടുത്തു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന തലവേദനകൾ, നൂലാമാലകൾ അല്ലേ, അതിന് വരുന്ന ആ ഇ എം ഐ അടയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം, അതായത് ഒരു നിസാൻ സണ്ണി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 1800 തൊട്ടിട്ട് 2200 രൂപ 2500 രൂപയ്ക്ക് ഇടയ്ക്കുള്ള ഒരു മന്ത്ലി റെൻ്റ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പൈസ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷം നമ്മൾ അടയ്ക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ വണ്ടി നമ്മുടെ സ്വന്തമാകും. അപ്പോൾ വിൽക്കുമ്പോൾ കിട്ടുന്ന പൈസ നമുക്കതിനെടുക്കാം അല്ലേ. അപ്പോൾ അത് നമ്മുടെ ലാഭമായി. സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും നഷ്ടങ്ങളൊക്കെ അതിനകത്തുണ്ടാവാം. എന്നിരുന്നാൽ പോലും ഞാൻ ആദ്യം പറഞ്ഞു, കാർ ലോൺ എടുക്കുന്നത് ചിലവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്, ചിലരെ സംബന്ധിച്ച് നഷ്ടമാണ്. എന്നിരുന്നാൽ പോലും ഒരു 99% ആൾക്കാർക്കും അത് ലാഭകരം തന്നെയായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രത്യേകിച്ച് ഒരു ഡീലറെ ഒഴിവാക്കി ഒരു ഇൻഡിവിജ്വൽ സെല്ലറുടെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, ബാർഗൻ ചെയ്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ സർവീസും നിങ്ങൾക്ക് ലാഭകരം തന്നെയായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. താങ്ക് യു.